ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് SSLCയുടെ ഇംഗ്ലീഷ് ഫുൾ ചാപ്റ്റർ നമ്മൾ സമ്മറി നോക്കുകയാണ്. ഈ സമ്മറി നിങ്ങൾ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഡിസ്കോസിന് ഇപ്പം നോട്ടീസ് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡയറി ചോദിക്കുകയാണെങ്കിലും ലെറ്റർ ചോദിക്കുകയാണെങ്കിലും എന്ത് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചാപ്റ്റർ വൈസ് സമ്മറിയാണ് ഞാൻ ഇന്ന് നൽകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ID നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ബൈ ഗബ്രിയൽ ഗാർസിയ മാർക്കസ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. The story is about an old man with wings who appears in a village after a storm. Peleo and Elisenda, a couple, find him in their courtyard. He looks weak, dirty, and unable to move because of his large wings. At first, they think he is a shipwrecked sailor, but a neighbor says he is an angel. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയിൽ നോക്കുമ്പോൾ ആൻ ഓൾഡ് മാൻ വിത്ത് വിങ്സ് ഹു അപ്പിയേഴ്സ് ഇൻ എ വില്ലേജ് ആഫ്റ്റർ എ സ്റ്റോം. ഒരു വലിയ കൊടുങ്കാറ്റോ ഒരു വലിയ കൊടുങ്കാറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇടിമിന്നലിന് ശേഷം ഒരു ഓൾഡ് മാൻ വിത്ത് വിങ്സ് അവിടെ വരികയാണ്. അപ്പോൾ ഈ പെലയോ ആൻഡ് എലിസണ്ട എന്ന് പറയുന്ന കപ്പിള് ഇവരുടെ വീടിൻ്റെ കോർട്ട്യാർഡിൽ ഇവർ ഈ ഓൾഡ് മാൻ വിത്ത് വിങ്സിനെ കാണുകയാണ്. ഹി ലുക്സ് വെരി വീക്കാണ്, ഡേർട്ടിയാണ് കാണാൻ, ആൻഡ് അൺഏബിൾ ടു മൂവ് ബിക്കോസ് ഓഫ് ഹിസ് ലാർജ് വിങ്സ്. ഈ വലിയ ചിറകുകൾ കാരണം അദ്ദേഹത്തിന് അനങ്ങാൻ പോലും പറ്റത്തില്ല. അങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അത് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. അറ്റ് ഫസ്റ്റ് ദേ തിങ്ക് ഹി ഈസ് എ ഷിപ്പ്‌റെക്ഡ് സെയിലർ. ആദ്യം അവർക്ക് തോന്നുന്നു ഒരു ഷിപ്പ്‌റെക്ക് കഴിഞ്ഞിട്ട് വന്ന ഒരു സെയിലറാണ് അദ്ദേഹം എന്നാണ് ആദ്യം അവർക്ക് തോന്നിയത് കണ്ടപ്പോൾ. ബട്ട് എ നെയ്ബർ സേസ് ഹി ഈസ് ആൻ ഏഞ്ചൽ. പക്ഷേ ഒരു അയൽവാസി പറഞ്ഞു അതൊരു മാലാഖയാണ്, ഒരു ഏഞ്ചലാണ് എന്ന് പറയുന്നു. ദ കപ്പിൾ ലോക്സ് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ് ആൻഡ് ചാർജസ് പീപ്പിൾ ടു സീ ഹിം മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. അപ്പോൾ ഈ കപ്പിൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ചിക്കൻ കൂപ്പിൽ അവർ ഈ ഏഞ്ചലിനെ പൂട്ടിയിടുകയാണ്. എന്നിട്ട് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഇവരെ കാണിക്കുകയാണ്, ഈ ഏഞ്ചലിനെ കാണിക്കുകയാണ്. The old man is treated poorly like a circus animal, but he stays patient. പക്ഷേ ഇവർ ഈ ഓൾഡ് മാനിനെ വളരെ മൃഗീയമായിട്ടാണ് ഈ ഓൾഡ് മാനിനെ ട്രീറ്റ് ചെയ്യുന്നത്. ലൈക്ക് എ സർക്കസ് ആനിമൽ, സർക്കസിന് കൊണ്ടുവരുന്ന ഒരു ആനിമലിനെ കൂട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഇവരോട് പേഷ്യൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ലേറ്റർ എ ന്യൂ അട്രാക്ഷൻ, എ സ്പൈഡർ വുമൺ ടേക്സ് അവേ ഹിസ് പോപ്പുലാരിറ്റി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്പൈഡർ വുമൺ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങി. ഓവർ ടൈം ദ ഓൾഡ് മാൻ ഗ്രോസ് വീക്കർ ബട്ട് ഇവൻച്വലി ഗ്രോസ് ന്യൂ ഫെദേഴ്സ് ആൻഡ് ഫ്ലൈസ് എവേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ദ ഓൾഡ് മാൻ ഗ്രോസ് വീക്കർ ബട്ട് ഇവൻച്വലി ഗ്രോസ് ന്യൂ ഫെദേഴ്സ് ആൻഡ് ഫ്ലൈസ് അവേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓൾഡ് മാൻ വീക്കായി, അതുപോലെ പുതിയ പുതിയ ഫെദേഴ്സ് വന്നിട്ട് ഇദ്ദേഹം ഫ്ലൈ ചെയ്തങ്ങ് പോവുകയാണ്, പറന്നു പോവാണ്. ദ സ്റ്റോറി ഷോസ് ഹൗ പീപ്പിൾ ട്രീറ്റ് ദോസ് ഹു ആർ ഡിഫറെൻറ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നെസ്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവരെ എങ്ങനെ കാണുന്നു, എങ്ങനെ പരിചരിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നെസ് ആണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നോക്കി അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 3-4 ഘട്ടങ്ങളുണ്ട് ഈ കഥയ്ക്കകത്ത്. അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ദ ഡിസ്കവറി ഓഫ് ദ ഏഞ്ചൽ. വൺ റെയിനി ആഫ്റ്റർനൂൺ എ മാൻ നെയ്മഡ് പെലയോ ഫൗണ്ട് എ വെരി ഓൾഡ് മാൻ ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ് ഇൻ ഹിസ് ബാക്ക് യാർഡ്. എങ്ങനെയാണ് ഇവർ ഈ ഏഞ്ചലിനെ കണ്ടത്, ആദ്യം കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്, ആ രംഗം നമ്മൾ ശരിക്കും ഓർക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കഥയിൽ. അത് ഒരു റെയിനി ആയിട്ടുള്ള ആഫ്റ്റർനൂൺ, മഴ പെയ്യുന്ന ആ ഒരു ആഫ്റ്റർനൂണിൽ ഉച്ച സമയത്ത് പെലയോ ഈ ഒരു മഡിനകത്ത്, ചെളിക്കകത്ത് കിടക്കുന്ന ബാക്ക് യാർഡിലുള്ളൊരു ആളിനെയാണ് കാണുന്നത്. ദ ഓൾഡ് മാൻ വാസ് വെരി വീക്ക്.
അദ്ദേഹം വളരെ വീക്കായിരുന്നു. ഡ്രസ്ഡ് ഇൻ ഡേർട്ടി റാഗ്സ്, വളരെ ഡേർട്ടി ആയിരുന്നു കാണാൻ. ആൻഡ് ആൻഡ് ഹ്യൂജ് മെസ്സി വിങ്സ്, വലിയ വിങ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റുന്നില്ലെന്ന് നമ്മൾ സമ്മറിയിൽ നിന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഹ്യൂജ് ആയിട്ടുള്ള മെസ്സി ആയിട്ടുള്ള ചിറകുകളാണുള്ളത്. ബിക്കോസ് ഹി സ്പോക്ക് എ സ്ട്രേഞ്ച് ലാംഗ്വേജ്, പെലയോ ആൻഡ് ഹിസ് വൈഫ് എലിസൻഡ ഡിഡ് നോട്ട് നോ ഹു ഹി വാസ്. അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിച്ചതുകൊണ്ട് അവർക്ക് ഇദ്ദേഹം പറയുന്നത് എന്താണെന്നോ ഇദ്ദേഹം ആരാണെന്നോ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. A neighbor told them that the man was an angel who had come to take their sick child to heaven. എന്ന് പറഞ്ഞാൽ ഒരു അയൽവാസി അവരോട് പറഞ്ഞു, അവരുടെ വയ്യാതായിട്ടുള്ള മകനെ, വയ്യാതായിട്ടുള്ള കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നൊരു ഏഞ്ചലാണ് ഈ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ലൈഫ് ഇൻ ദ ചിക്കൻ കൂപ്പ്, അദ്ദേഹത്തെ പൂട്ടിയിട്ടത് ചിക്കൻ കൂപ്പിലാണ്. അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നമ്മൾ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ദ നെക്സ്റ്റ് ഡേ എവ്രി വൺ ഇൻ ടൗൺ കെയിം ടു സീ ദ സ്ട്രേഞ്ച് മാൻ. ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ ആളിനെ കാണാൻ വേണ്ടിയിട്ട്, ഇപ്പം ഒരു നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിലും കാണാൻ പോകത്തില്ല. നമ്മൾ ഭയങ്കര ആകാംക്ഷയായിരിക്കുമല്ലോ നമുക്ക് കാണാൻ. അതുപോലെ എല്ലാവരും അദ്ദേഹത്തെ കാണാൻ വന്നു. പെലയോ ലോക്ക്ഡ് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ് ടു കീപ് ഹിം സേഫ്, ബട്ട് ദ പീപ്പിൾ ട്രീറ്റഡ് ഹിം ലൈക്ക് എ സർക്കസ് ആനിമൽ ആൻഡ് ത്രൂ ഫുഡ് അറ്റ് ഹിം. പെലയോ എന്ന് പറയുന്നത്, പെലയോ അദ്ദേഹത്തിന് ഒരു സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കൂപ്പിനകത്ത് കൊണ്ട് പൂട്ടിയിട്ടു. പക്ഷേ ഈ കാണാൻ വന്ന ആൾക്കാർ അദ്ദേഹത്തെ ഒരു സർക്കസ് ആനിമലിനെ കൂട്ടാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്. അതുപോലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തൂടെയൊക്കെ നമുക്ക് ഒരു മനുഷ്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പെലയോ ആൻഡ് എലിസൻഡ സ്റ്റാർട്ടഡ് ചാർജിങ് പീപ്പിൾ 5 cents ടു സീ ദ ഏഞ്ചൽ. ഏഞ്ചലിനെ കാണണമെങ്കിൽ 5 cent കൊടുക്കണമായിരുന്നു. അത്രയും പൈസ കൊടുത്താൽ മാത്രമേ ഈ ഏഞ്ചലിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവഴി അവർ പൈസ ഉണ്ടാക്കാനും ശ്രമിച്ചു. ബിക്കോസ് സോ മെനി പീപ്പിൾ കെയിം ടു സീ ഹിം, ദ കപ്പിൾ ബിക്കെയിം വെരി റിച്ച് ആൻഡ് ബിൽറ്റ് എ ബ്യൂട്ടിഫുൾ കംഫർട്ടബിൾ ഹൗസ്. അങ്ങനെ ഈ ആൾക്കാർ ഒത്തിരി പേര് ഇദ്ദേഹത്തെ കാണാൻ വരികയും ഇവർ ഒത്തിരി പൈസ സമ്പാദിക്കുകയും ചെയ്തു. ആ പൈസ വെച്ചിട്ട് ഇവരൊരു വീട് വരെ വെച്ചു, ബ്യൂട്ടിഫുൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട് വരെ വെച്ചു. ഈവൻ ദോ ദ വിസിറ്റേഴ്സ് വെർ മീൻ ടു ഹിം, ദ ഓൾഡ് മാൻ സ്റ്റേഡ് ക്വയറ്റ് ആൻഡ് പേഷ്യൻറ്റ്. പക്ഷേ ഈ ഏഞ്ചലിനോട് എല്ലാവരും ഹാർഷായിട്ടും ഒക്കെ പെരുമാറിയെങ്കിലും ഇദ്ദേഹം വളരെ പേഷ്യൻ്റായിട്ടും ക്വയറ്റായിട്ടുമാണ്, ശാന്തമായിട്ടാണ് നിന്നത്. ലാസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ദ ഡിപ്പാർച്ചർ, ഈ ഏഞ്ചൽ ഇവരെ വിട്ടുപോകുന്ന സമയം. ആഫ്റ്റർ സം ടൈം ദ പീപ്പിൾ ഇൻ ടൗൺ ഗോട്ട് ബോർഡ് ആൻഡ് വെന്റ് ടു സീ എ ന്യൂ അട്രാക്ഷൻ, എ വുമൻ ഹു ഹാഡ് ടേൺഡ് ഇൻ ടു എ സ്പൈഡർ. ഒരു ചിലന്തിയിലേക്ക് മാറിയ ഒരു സ്ത്രീ, അവരെ കാണാൻ വേണ്ടിയിട്ട് ഈ ടൗണിലുള്ള ആൾക്കാരെല്ലാം ഒത്തിരി നാളായിട്ട് ഇയാളെ കണ്ട് അങ്ങനെ മടുത്തിരിക്കുമായിരുന്നു. അന്നേരം ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് ആള് പോയി തുടങ്ങി. The angel was forgotten and his chicken coop began to break. ഈ ഏഞ്ചലിനെ എല്ലാവരും അങ്ങ് മറന്നു തുടങ്ങി, ആരും കാണാൻ ചെല്ലാതായി. He became very weak but slowly he began to get better. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഭയങ്കര വീക്കായി, പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. New feathers grew on his wings and he practiced how to fly again. പുതിയ പുതിയ ചിറകുകൾ അദ്ദേഹത്തിന് മുളയ്ക്കുകയും അദ്ദേഹം എങ്ങനെയാണ് പറക്കേണ്ടത് എന്ന് പഠിക്കുകയും ചെയ്തു, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയും ചെയ്തു. One morning, Elisenda watched from her kitchen as the old man finally flew away into the sky. ഒരു ദിവസം എലിസൻഡ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ ഓൾഡ് മാൻ പറന്നു പോകുന്നതാണ് കാണുന്നത്. She felt happy and relieved because he was no longer a burden in her life. ഇദ്ദേഹം പറന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ എലിസൻഡ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. കാരണം എന്താന്ന് വെച്ചാൽ ഈ പൈസ എല്ലാം കിട്ടി, ഇവര് വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവർക്കൊരു ബേർഡൻ ആയി തീർന്നു. അപ്പോൾ ആ ബേർഡൻ തന്നെ പോയപ്പോൾ